ജുമാ മുബാറക്കിൽ ഇന്ന് പണ്ഡിതനും പ്രഭാഷകനുമായ ജനാബ് ഹബീബ് റഹ്മാൻ കീഴ്ശ്ശേരി സംസാരിക്കുന്നു. ബിസ്മില്ലാഹി വഖഫ സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുസ്തഫ. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കരുണാവാരിധിയായ പടച്ചതമ്പുരാന്റെ കരുണാകടാക്ഷങ്ങൾ നമ്മിലേവരിലും സദാ വർഷിക്കുമാറാകട്ടെ. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പിശാചിൻ്റെ ഉപദ്രവങ്ങൾ മനുഷ്യനുണ്ടാകും എന്ന് സാധാരണ എല്ലാവരും പറയാറുണ്ട്. ഇസ്ലാമിക വിശ്വാസപ്രകാരം മനുഷ്യരിൽപ്പെട്ട പിശാചുക്കളുമുണ്ട്, ഇൻവിസിബിളായിട്ടുള്ള ജിന്നുകളിൽപ്പെട്ട പിശാചുക്കളുടെയും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യരിൽപ്പെട്ട പിശാചുക്കൾ വൃത്തികേടും തെറ്റായ കാര്യങ്ങളും ചീത്ത കൂട്ടുകെട്ടുകളിലൂടെയുമൊക്കെ ഉണ്ടാകുന്ന പിശാചുക്കളാണ്. എന്നാൽ ജിന്ന് വർഗത്തിൽപ്പെട്ട പിശാചുക്കൾ അവയോടുള്ള അഭയം തേടുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നു. അറബി ഭാഷയിൽ ഷെയ്ത്താൻ എന്നാണ് പിശാചിന് പറയാറുള്ളത്. ശത്തന എന്ന അറബി പദത്തിൽ നിന്നാണ് ഷെയ്ത്താൻ എന്ന പദം ഉത്ഭവിച്ചിട്ടുള്ളത്. ശത്തന എന്ന് പറഞ്ഞാൽ അകന്നു എന്നാണ് അർത്ഥം. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന്, മാനുഷികമായ പ്രകൃതിയിൽ നിന്ന്, നന്മയിൽ നിന്ന് ഒക്കെ അകന്നു പോകുന്നതിനെക്കുറിച്ചാണ് ശത്തന എന്ന പ്രയോഗമുണ്ടാകുന്നത്. അറബികൾ ശത്തന ഫുലാനൻ, ഒരാൾ പൈശാചികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ പൈശാചിക വൃത്തികളിൽ ഏർപ്പെട്ടു എന്ന് പറയാൻ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. അതുകൊണ്ട് മനുഷ്യനും മൃഗത്തിനുമൊക്കെ ഈ ദൈവപ്രകൃതിയിൽ നിന്ന്, മനുഷ്യപ്രകൃതിയിൽ നിന്ന്, നന്മയിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ അയാളെ ഷെയ്ത്താൻ എന്ന് പറയാറുണ്ട്. വക്കാന മിനൽ ജിന്ന്, ഷെയ്ത്താൻ ജിന്നുകളിൽപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ നമുക്ക് കാണപ്പെടാത്ത ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ശക്തി എന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള പിശാചിൻ്റെ ആക്രമണങ്ങളെ നമുക്ക് കാണാൻ കഴിയുകയില്ല. ഷെയ്ത്താനെ ഖുർആൻ പ്രയോഗിക്കുന്ന മറ്റൊരു പ്രയോഗം ഖന്നാസ് എന്നാണ്. വരികയും പോവുകയും ചെയ്യുക, നമ്മുടെ ബോധമനസ്സിലേക്ക് ചെറിയ ഒരു വസ്വാസ് ഉണ്ടാക്കിയിട്ട് പോവുകയും പിന്നീട് തിരിച്ചു വരികയും ചെയ്യുന്നതിനാണ് ഷെയ്ത്താൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പിശാച് ദൈവത്തോട്, അള്ളാഹുവിനോട് നേരത്തെ തന്നെ വാഗ്ദാനം വാങ്ങിയിട്ടുള്ളതാണ്. മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ഇടത്തു നിന്നും വലത്തു നിന്നും എല്ലാ ഭാഗത്തു നിന്നും ഞാൻ അവരെ വളയും, എന്നിട്ട് അവരധിക പേരെയും നീ നന്ദിയുള്ളവരായി കണ്ടെത്താൻ കഴിയുകയില്ല എന്ന നിലക്ക് പിശാചിൻ്റെ ആക്രമണം ഉണ്ടാകും. ഓരോ പാതയോരത്തും, മനുഷ്യൻ നടന്നു പോകുന്ന ഓരോ നന്മയുടെ പാതയോരങ്ങളിലും പിശാച് പതിയിരുന്നു കൊണ്ട് മനുഷ്യനെ തെറ്റിൻ്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിക്കാൻ ശ്രമിക്കും എന്ന് പറയുന്നുണ്ട്. അത് അഹന്തയുടെ മാർഗത്തിൽ, ഗർവിൻ്റെയും അവിവേകത്തിൻ്റെയും രൂപത്തിൽ, സ്വന്തം താല്പര്യങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ആചാര്യന്മാരുടെയും രൂപത്തിൽ, പ്രകൃത്യാതീത ശക്തികളുടെ രൂപത്തിൽ എല്ലാം തന്നെ അവരിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കും എന്ന്, പിശാചിൻ്റെ ആക്രമണം ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ ഖുർആൻ വ്യത്യസ്ത സൂക്തങ്ങളിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നു. അവൻ ദാരിദ്ര്യഭയം മനുഷ്യരിലുണ്ടാക്കും, അള്ളാഹുവിനെ ധിക്കരിക്കാനുള്ള പ്രേരണയുണ്ടാക്കും. അപ്രകാരം തന്നെ മനുഷ്യൻ ദുർബലനാണ് എന്നും ആ ദുർബലതയെ ചൂഷണം ചെയ്യുവാൻ വേണ്ടി നീചപ്രവൃത്തികളിലേക്ക് അവൻ നിങ്ങളെ പ്രേരിപ്പിക്കുമെന്നൊക്കെ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബ് നമ്മോട് പറയുന്നത്, ദുർബലനായ മനുഷ്യൻ, തെറ്റിലേക്ക് പോകാൻ സാധ്യതയുള്ള മനുഷ്യൻ, മൃഗത്തിൻ്റെ പ്രകൃതി കൂടി ഉള്ള മനുഷ്യൻ, മാലാഖയുടെ പ്രകൃതിയോടൊപ്പം തന്നെ മൃഗത്തിൻ്റെ പ്രകൃതി കൂടി ഉള്ള മനുഷ്യൻ, അവനെ പിശാച് നിരന്തരമായി എല്ലാ നിലക്കുള്ള തെറ്റിലേക്കും കൊണ്ടുപോകാൻ ശ്രമിക്കൂ. ഒരിക്കൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ പ്രവാചകനെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് സഫിയ വന്ന കാര്യം പറയുന്നുണ്ട്. പ്രവാചകൻ്റെ പ്രിയപ്പെട്ട പത്നി സഫിയ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാനൊരിക്കൽ രാത്രിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കാൻ ചെന്നു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പിരിഞ്ഞു പോകുമ്പോൾ പ്രവാചകനും എൻ്റെ കൂടെ വന്നു. വഴിയിൽ അൻസാരികളിൽപ്പെട്ട 2 പേര് അതുവഴി പോകുന്നുണ്ടായിരുന്നു. അവർ പ്രവാചകനെ കണ്ടപ്പോൾ അവർ ധൃതിയിൽ നടന്നു. പ്രവാചകൻ അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിൽക്കൂ, ഇതെൻ്റെ പത്നി സഫിയയാണ്, നിൽക്കൂ, ഇതെൻ്റെ പത്നി സഫിയയാണ്. പ്രവാചകനെ നോക്കി അവർ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകനെക്കുറിച്ച് ഞങ്ങൾ തെറ്റായ കാര്യം വിചാരിക്കുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യൻ്റെ ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്നത് പോലെയാണ്
പിശാചിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. ഞരമ്പുകളിലൂടെ രക്തം സഞ്ചരിക്കുന്നത് പോലെ പിശാചിൻ്റെ സാന്നിധ്യമുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ പിശാച് അനാവശ്യമായ വല്ല തോന്നലുകളും ഉണ്ടാക്കുമോ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ രാത്രിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പെണ്ണ് ഒരു കൂടെ ഉണ്ടായിരുന്നല്ലോ എന്ന ഒരു തോന്നൽ മിക്കവാറും അവരിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ശൈത്താൻ 2 പല്ലുകൾ ഹൃദയത്തിൽ കൊളുത്തിപ്പിടിക്കും. ശേഷം അയാളുടെ ഹൃദയവിചാരങ്ങളിലൊക്കെ പിശാചിൻ്റെ സ്വാധീനമായിരിക്കും. അതുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ സാങ്കേതിക ഭാഷയിൽ ഇസ്തിആദ, അള്ളാഹുവിൽ അഭയം തേടുക, അള്ളാഹുവിൽ ശരണം തേടുക, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാൻ പഠിപ്പിച്ചിട്ടുള്ളത്. അഊദു ബില്ലാഹ്, അള്ളാഹുവിൽ ഞാൻ ശരണം തേടുന്നു, മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാച്ചിൽ നിന്ന് അഭയം തേടണം എന്ന് അള്ളാഹു കൽപ്പിക്കുകയാണ്. അതുകൊണ്ട് പിശാചിൻ്റെ ഏത് തരത്തിലുള്ള ആക്രമണങ്ങളെയും ചെറുക്കാൻ ഏറ്റവും ഫലപ്രദമായ ആയുധം അള്ളാഹുവിലുള്ള കറകളഞ്ഞ വിശ്വാസമാണ്, ഖുർആനിനോടുള്ള പ്രതിബദ്ധതയാണ്, ഈമാൻ വർദ്ധിപ്പിക്കലാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം ഒരാൾക്ക് സഹായത്തിനുള്ള പ്രതീക്ഷിക്കാനുള്ള വകുപ്പുണ്ടാകും. അതില്ലാതാക്കാനാണ് ഖുർആനിൽ നിന്ന് വിമുഖനാക്കാൻ, അതിൻ്റെ ആശയങ്ങളിൽ നിന്ന് തെറ്റിക്കാൻ, നന്മയിൽ നിന്ന് വ്യതിചലിപ്പിക്കാനാണ് നിരന്തരമായി പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്ന് നാം മനസ്സിലാക്കണം. തിരിച്ചറിയപ്പെടാത്ത പല രൂപങ്ങളിലായിരിക്കും അവൻ വരിക എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അത് പലപ്പോഴും നമ്മുടെ മനസ്സിൽ തന്നെയായിരിക്കും വരിക. ശൈത്താനോടുള്ള സമരം ജീവിതത്തിൽ ഒരു മിഷനായി നാം ഏറ്റെടുത്തേ പറ്റൂ. കാരണം നിരന്തരമായി ഏറ്റവും നല്ല വ്യക്തിയിലും ഏറ്റവും നല്ല മനുഷ്യനിലും ജീവിതകാലം മുഴുവൻ നല്ല മനുഷ്യൻ എന്ന് നമ്മൾ കണ്ടിരിക്കുന്ന ആളെയും നിരന്തരമായി പിശാച് വാരിക്കുഴികളുമായി കാത്തിരിക്കുകയാണ്. ഏത് ദുർബലമായ നിമിഷത്തിലാണ്, ഏത് സന്ദർഭത്തിലാണ്, ഏത് സന്നിഗ്ധ ഘട്ടത്തിലാണ് അയാളെ തള്ളിയിടാനാവുക എന്നാണ് പിശാച് ശ്രമിച്ചു കൊണ്ടിരിക്കേണ്ടത്. നാം പിശാചിനെ തിരയേണ്ടത് മദ്യഷാപ്പുകളിലാണ് എന്ന് നാം വിചാരിച്ചു പോകരുത്. വ്യഭിചാരശാലകളിലാണ് അല്ലെങ്കിൽ തിന്മകളുടെ കൂടാരങ്ങളിലാണ് എന്ന് നാം വിചാരിച്ചു പോകരുത്. നന്മ നിലനിൽക്കുന്നിടത്താണ് പിശാച് ധാരാളമായി പ്രവർത്തിക്കുക. മറ്റിടത്ത് പിശാചിന് വലിയ പ്രത്യേകത കാര്യമൊന്നുമില്ല. കാരണം അവരൊക്കെയും പിശാചിൻ്റെ വലയിലായി കഴിഞ്ഞു. മദ്യശാലകളിൽ പിശാചിൻ്റെ വലയിലായി കഴിഞ്ഞു, വ്യഭിചാരശാലകളിൽ പിശാചിൻ്റെ വലയിലായി കഴിഞ്ഞു. അതുപോലെ തിന്മകളുടെ വ്യാപന കേന്ദ്രങ്ങളിലെല്ലാം തന്നെ പിശാചിൻ്റെ സാന്നിധ്യമുള്ളവരായി. പിന്നെ വേണ്ടത് എവിടെയാണ്? നന്മ ഉള്ള ആളുകളെ പിടിക്കാനാണ് പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ നിത്യജീവിതത്തിൽ ഈ പൈശാചിക ആക്രമണത്തെ പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും നല്ല പ്രതിരോധ പരിചയായി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലണം എന്ന് പഠിപ്പിച്ചിട്ടുള്ളത് നമ്മൾ പല സന്ദർഭത്തിലും ചൊല്ലണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് ഖുർആൻ പാരായണ നേരങ്ങളിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധ വേദം, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ ഈ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന ഇസ്തിആദ ചൊല്ലണം. അതുപോലെ തന്നെ ദിനേനയുള്ള നമ്മുടെ 17 നേരത്തെ നമസ്കാരത്തിൽ നാം ചൊല്ലണം, എല്ലാ റക്അത്തിലും ചൊല്ലണം. അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആയത്തുൽ കുർസിയും സൂറത്തുൽ ഇഖ്ലാസും ഒക്കെ ചൊല്ലുന്ന സമയത്ത് അതിനോട് ചേർന്നും ഇത് ഓതൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചര്യയായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി ഉണരുന്ന സമയത്ത് 3 പ്രാവശ്യം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുകയും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലുകയും ചെയ്യാറുണ്ടായിരുന്നു. പൈശാചിക ദുർബോധനങ്ങൾ ഉണ്ടാകുമ്പോഴും ഇതുപോലെ തന്നെ അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാവുന്നതാണ്. അതുപോലെ തന്നെ കോപമുണ്ടാകുമ്പോൾ അർത്ഥബോധത്തോടുകൂടി ഇസ്തിആദത്ത് ചെല്ലുക എന്നത് കോപം ശമിക്കാനുള്ള മാർഗമാണ്. മലമൂത്ര വിസർജനത്തിന് പോകുന്ന സമയത്തും അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ് എന്ന രീതിയിൽ പ്രാർത്ഥിക്കാവുന്നതാണ്. കോപമുണ്ടാകുന്ന സമയത്ത് പ്രാർത്ഥിക്കാവുന്നത് പോലെ തന്നെ മലമൂത്ര വിസർജനത്തിന് പ്രവേശിക്കുമ്പോഴും കുട്ടികളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയും ഭയവും വിഹ്വലതയും ഉണ്ടാകുമ്പോഴും പള്ളിയിൽ പ്രവേശിക്കുമ്പോഴുമൊക്കെ നാം ചൊല്ലേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് ഇസ്തിആദത്തിനെ മനസ്സിലാക്കുവാനും പിന്നെ അത് ചൊല്ലുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പഠിപ്പിക്കുന്നത് നിരന്തരമായ ഒരു സ്വഭാവമായി വിശ്വാസികളിൽ ഇത് ഉണ്ടാകണം എന്നതാണ്. അള്ളാഹുവിൻ്റെ
ഏറ്റവും നല്ലവരായ മനുഷ്യരായ വ്യക്തിത്വങ്ങൾ നിർവഹിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ ഏറ്റവും നല്ലതായ കർമ്മത്തിൻ്റെ സന്ദർഭങ്ങളിൽ പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശൈത്താൻ്റെ ഇടപെടലുകൾ ഉണ്ടാകും. അള്ളാഹുവിൻ്റെ ആദ്യ മനുഷ്യ സൃഷ്ടിയായ ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലത്താണല്ലോ, ഏറ്റവും അള്ളാഹുവിൻ്റെ ആദ്യത്തെ സൃഷ്ടിയാണ്. അള്ളാഹുവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലമാണ് സ്വർഗത്തിൽ വെച്ചുകൊണ്ടാണ് ശൈത്താൻ ആദം അലൈഹി സ്വലാത്തു വസ്സലാമെ വ്യതിചലിപ്പിക്കാൻ ശ്രമിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരുണ്ടായിരുന്ന സ്ഥലത്തിൽ നിന്ന് അവരെ രണ്ടുപേരെയും പിശാച് വ്യതിചലിപ്പിച്ചു. അതുപോലെ തന്നെ അബുൽ അംബിയാ എന്നറിയപ്പെടുന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലി നൽകുവാൻ വേണ്ടി വിശുദ്ധ ഹജ്ജിൻ്റെ പ്രദേശങ്ങളിലേക്ക് പോയി മിനായിൽ തയ്യാറായി നിന്ന സന്ദർഭത്തിൽ പിശാച് അതിൽ നിന്ന് തടയാൻ വേണ്ടി ശ്രമിക്കുന്ന സന്ദർഭം നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലവരായ ആളുകൾ നിർവഹിക്കുന്ന സന്ദർഭത്തിൽ പോലും അള്ളാഹുവിൻ്റെ ഖുർആൻ ഓതുന്ന സമയത്ത് തീർച്ചയായും നമ്മുടെ എല്ലായ്പ്പോഴും ഉണ്ടാകേണ്ടതാണ് ഈ ഇസ്തിആദ ചൊല്ലുക എന്നത്. അതുപോലെ തന്നെ ജീവിത ഇടപാടുകളിൽ അധമ സ്വഭാവങ്ങളെക്കാൾ ശ്രേഷ്ഠ സ്വഭാവങ്ങൾക്ക് മുന്തിക്കേണ്ടി വരുന്ന സമയത്ത് നമുക്ക് എതിർപ്പുകളുടെ പ്രളയമുണ്ടാകുമ്പോൾ, പ്രയാസപൂരിതമായ സന്ദർഭങ്ങളുണ്ടാകുമ്പോൾ, തർക്കങ്ങളും സംശയങ്ങളും ഉണ്ടാകുമ്പോൾ നാം മറ്റുള്ളവരിൽ നിന്ന് ഉയർന്ന നിലപാടെടുക്കേണ്ടുന്നതാണ് എന്ന് നമുക്കറിയാമല്ലോ. അവിടെ വിട്ടുവീഴ്ചയുടെ, മര്യാദയുടെ, മാന്യതയുടെ, വിവേകത്തിൻ്റെ നിലപാടുകൾ നാം സ്വീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ സ്വീകരിക്കണമെങ്കിൽ പിശാചിൽ നിന്നുള്ള എല്ലാവിധത്തിലുള്ള പിശാചിൽ നിന്ന് ശരണം തേടാനുള്ള മാനസികാവസ്ഥ നമുക്കുണ്ടാകണം. അത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരിക്കൽ കോപാകുലനായി ഒരാൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പരിഹസിക്കുകയാണ്. അദ്ദേഹം അത് നിശബ്ദനായി കേട്ടുകൊണ്ടിരുന്നു. അത് കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുകയാണ്. ക്ഷമയുടെ നെല്ലിപ്പടി കഴിഞ്ഞപ്പോൾ തിരിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു അയാളോട് തിരിച്ചു മറുപടി പറഞ്ഞു. നബിയുടെ തിരുമുഖത്ത് കടുത്ത വിവർണത പ്രകടമാകുന്നത് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു. നബി എണീറ്റ് പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണീറ്റ് പോയി. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയാൾ എന്നെ ചീത്ത പറഞ്ഞപ്പോൾ താങ്കൾ പുഞ്ചിരിച്ചു കൊണ്ടിരുന്നു പ്രവാചകരെ. ഞാൻ മറുപടി പറഞ്ഞപ്പോൾ അങ്ങ് അസംതൃപ്തനായി എഴുന്നേറ്റ് പോയി. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾ നിശബ്ദനായിരുന്നപ്പോൾ ഒരു മലക്കായിരുന്നു താങ്കൾക്ക് വേണ്ടി അയാളോട് മറുപടി പറഞ്ഞിരുന്നത്. താങ്കൾ മറുപടി പറഞ്ഞപ്പോൾ മലക്ക് എണീറ്റ് പോയി, അതുകൊണ്ടാണ് ഞാനും എണീറ്റ് പോയത്. അള്ളാഹുവിൻ്റെ മാലാഖമാർ എണീറ്റ് പോകുന്നിടത്ത് നിന്ന് പ്രവാചകനായ ഞാനും എണീറ്റ് പോവുകയാണല്ലോ വേണ്ടത് എന്ന പ്രവാചകന്റെ സമീപനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇസ്തിആദത്ത് ചൊല്ലേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു മേഖലയാണ് തിന്മയെ നന്മ കൊണ്ട് നേരിടേണ്ടുന്ന സന്ദർഭങ്ങൾ എന്ന് പറയുന്നത്. ഇത് ഏറ്റവും നല്ലതുകൊണ്ടായിരിക്കണം തിന്മയെ നേരിടേണ്ടത് എന്നത് നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. അങ്ങനെ എല്ലാ സന്ദർഭത്തിലും പിശാചിൻ്റെ വാരിക്കുഴികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലത്ത് കേൾവിയും കാഴ്ചയും കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും ചുറ്റുവട്ടവുമെല്ലാം പിശാചിൻ്റെ തിന്മകൾ കൊണ്ട് മൂടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിൽ ശരണം തേടി വിശ്വാസദാർഢ്യതയോടുകൂടി അടിയുറച്ച് ഇസ്ലാമിൻ്റെ മാർഗത്തിൽ, ദൈവമാർഗത്തിൽ കാലുകൾ ഉറപ്പിച്ച് മുന്നോട്ട് നീങ്ങാൻ എല്ലാ സത്യവിശ്വാസികൾക്കും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പടച്ചതമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.